ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേർക്ക് ഇതിനകത്തിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഓരോ സബ്ജക്ട്സും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ +1-ൻ്റെയും +2-ൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ +1ഉം +2ഉം 10th വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. +1 എന്ന് പറയുന്നത് 10th കുറച്ച് കൂടിയ ഒരു ഗ്രേഡാണ്. +2 എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഏറെ കൂടിയതായിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. +1 +2 വെച്ച് നോക്കുമ്പം സിമ്പിളായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ +1 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ചാപ്റ്റേഴ്സൊക്കെ കുറച്ച് എളുപ്പമാണ്. പിന്നെ 10th നിന്ന് നമ്മൾ വന്നതിൻ്റെ ഒരിത് ഉള്ളതുകൊണ്ട് മാത്രം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ +2 വെച്ച് നോക്കുമ്പം +1 സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ +1-ൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കാം. വേറൊരു കാര്യം എന്ന് പറയുന്നത് +1-ൽ കൂടുതൽ മാർക്ക് നോക്കാൻ പറയുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ +1-ൽ നിങ്ങൾക്ക് ലാബോ റെക്കോർഡോ ഒന്നുമില്ല, നിങ്ങൾ ഫ്രീ ആണ്. നിങ്ങൾക്ക് ആകെ ഉള്ളത് ആ തിയറി പോർഷൻ മാത്രം പഠിക്കാൻ. അപ്പോൾ അതങ്ങ് പഠിച്ചാൽ മതി. +2 വരുമ്പോൾ ലാബുണ്ട്, പ്രാക്ടിക്കലുണ്ട്, അതുപോലെ തന്നെ തിയറി പഠിക്കണം. ഇതെല്ലാം എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് സത്യത്തിൽ. ടൈം മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് ഈ +1-ൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കാൻ പറയുന്നത്. +2-ൽ അതുപോലെ തന്നെ ഡബിൾ ട്രിപ്പിൾ വാല്യുവേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൂടെ ആകുമ്പോൾ നമുക്ക് മാർക്ക് ഫുള്ള് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്രയ്ക്ക് നന്നായിട്ട് എഴുതിയാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ മാക്സിമം മാർക്ക് +1-ൽ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. പിന്നെ +1-ൽ സ്റ്റാർട്ടിങ് നിങ്ങൾക്കറിയാം, ആനിമൽ കിങ്ഡം സുവോളജിയിലെ കാര്യമാണ്. ആനിമൽ കിങ്ഡം ഒക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ആനിമൽ കിങ്ഡം ഒന്ന് മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജന്മം ചെയ്ത ചാപ്റ്റർ പോകത്തില്ല. എനിക്കിപ്പോഴും ആനിമൽ കിങ്ഡത്തിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ ബാക്കി ചാപ്റ്ററിൽ നിന്നൊന്നും അങ്ങനെ ഓർമ്മയില്ല. കാരണം അത്രയും ഇരുന്നിരുന്ന് അത് പഠിച്ചതുകൊണ്ടായിരിക്കാം നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ഈ വട്ടത്തെ സുവോളജിയും ബോട്ടണിയും വലിയ പ്രശ്നമില്ല കേട്ടോ. നല്ല നല്ല കുറേ ചാപ്റ്റേഴ്സാണ് എനിക്ക് സുവോളജിയും ബോട്ടണിയൊക്കെ തോന്നുന്നത്. അപ്പോൾ സുവോളജിയുടെ ബോട്ടണിയുടെ കാര്യം അങ്ങനെയൊക്കെ കഴിഞ്ഞ വർഷത്തെ, അതായത് +1-ലെ ബോട്ടണി എന്ന് പറയുന്നത് അത്ര പാടുള്ളതൊന്നുമല്ല. പക്ഷേ സുവോളജി ലാസ്റ്റിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ +2-ലെയാണ് കുറച്ചുകൂടെ ബയോളജി എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് +1-നെക്കാട്ടിലും. എന്നാലും +1-ൽ ഈ ലാസ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സാണ് കേട്ടോ സുവോളജിയുടെ ലാസ്റ്റ് വരുന്ന ന്യൂറോണിൻ്റെ ചാപ്റ്റർ ഉണ്ട്, ലോക്കോമോഷൻ എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ ആ റഷിലിരുന്ന് പഠിക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ഒരുപക്ഷെ മനസ്സിലാകാത്തത്. അതുകൊണ്ട് നേരത്തെ പോർഷൻസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോൾ റിവിഷൻ്റെ ആവശ്യം വരത്തുള്ളൂ. ഇതിപ്പോൾ ഇനി നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 6-7 മാസമുണ്ട് പരീക്ഷയ്ക്കെന്ന് പറയുമ്പോൾ. ഞങ്ങൾക്ക് ഇനി ഇപ്പോൾ ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് പ്രാക്ടിക്കൽ തുടങ്ങും, അതിന് മുമ്പേ മോഡലുണ്ട്. അപ്പം അതൊക്കെ എന്ന് പറയുമ്പം ഒരുപാട് സമയമില്ല. ഇനി വളരെ കുറച്ച് മാസമേ ഉള്ളൂ, ഒരു 4-5 മാക്സിമം മാസങ്ങളേ ഉള്ളൂ ഞങ്ങൾക്ക്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ വല്ല ഒരു 6 മാസമുണ്ട്. അപ്പോൾ ഇപ്പോഴേ അതും തിയറി മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് പ്രാക്ടിക്കലൂടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഈ സ്റ്റഡി പ്ലാനിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ മാത്സിൻ്റെ കാര്യം ആര് ചോദിച്ചാലും ഞാൻ പറയുന്നത് എഴുതി പഠിക്കാതെ മാത്സ് പഠിക്കാനൊക്കത്തില്ല. നമ്മൾ ജസ്റ്റ് മാത്സിൻ്റെ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ബുക്ക് മാത്സിനായിട്ട് തന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അത്ര നല്ലതായിരിക്കും. നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ അതിനകത്ത് എഴുതി വെച്ചാൽ, അതിനകത്ത് എഴുതി പഠിക്കാനല്ല, അതിനകത്ത് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനുകളെല്ലാം എഴുതി വെക്കുക. അതുപോലെ തന്നെ ഈ ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ഓരോ ഇക്വേഷൻ വെച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ സോൾവ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എക്സാമിൻ്റെ തലേന്ന്, അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് പറ്റത്തില്ല, എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പേ നോക്കുവാണെങ്കിൽ അതിൽ നിന്നുള്ള പ്രോബ്ലംസ് ആ ക്വസ്റ്റ്യൻ നോക്കി ചെയ്യാം. അപ്പോൾ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മുടെ കയ്യിൽ കാണും. മാത്സ് ഞാൻ ആര് ചോദിച്ചാലും ഞാൻ പറയും എഴുതി തന്നെ പഠിക്കണം മാത്സ്. ഒരു വട്ടം ഒന്നും എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് മാത്സിൽ ഒരു പ്രോബ്ലം ഒന്നും ഒരിക്കലും ആർക്കും അങ്ങനെ മനപ്പാടമാകത്തില്ല. പിന്നെ അത്രയും ജീനിയസ് ആയിരിക്കണം അല്ലെങ്കിൽ. അപ്പോൾ അല്ലാത്തവർക്ക് ഒരു 2, 3, 4 വട്ടമൊക്കെ എഴുതി പഠിച്ചു കഴിയുമ്പോഴായിരിക്കും ഒരു കണക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് മനസ്സിലാവുന്നിടം വരെ എഴുതി പഠിക്കണം. മനസ്സിലായി കഴിഞ്ഞെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എഴുതിയ ആൻസർ നോക്കാതെ ബാക്കിലോട്ടോ അല്ലെങ്കിൽ എവിടോട്ടേലും മാറ്റി ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. കുറച്ച് സമയം കളഞ്ഞാൽ മാത്രമേ മാത്സ് പഠിക്കാനൊക്കത്തുള്ളൂ. പിന്നെ +1-ൻ്റെ കാര്യമാണെങ്കിൽ ലിമിറ്റ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അത് ശരിക്കും പഠിച്ചാൽ മാത്രമേ +2 വരുമ്പം ഒരു 4-5 ചാപ്റ്റർ അതുമായിട്ട് ബേസ് ചെയ്ത് ഈ കാൽക്കുലസ് ഉണ്ട്. അപ്പോൾ അത് ഈ കണ്ടിന്യൂറ്റി, ഇപ്പോൾ ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +2 എല്ലായിടത്തും കണ്ടിന്യൂറ്റി ആയിരിക്കണം ഇപ്പോൾ. അപ്പോൾ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ലിമിറ്റ്സ് വേണം. ലിമിറ്റ്സ് അത്യാവശ്യം അറിയാവുന്ന ഒരാൾക്ക് കണ്ടിന്യൂറ്റി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ബേസ് ഒന്നും ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മൾ +1-ൽ ഇങ്ങനെ വെറുതെ സമയം പാഴാക്കി കളഞ്ഞ് പിന്നെ പഠിക്കാമെന്ന് വെച്ച് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ തന്നെ റിഗ്രറ്റ് ചെയ്യും. പിന്നെ അവസാനം +2-ൽ ശരിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2-ൽ സമയം കുറവാണ്. അപ്പോൾ എല്ലാം കൂടെ നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പം +2-ൻ്റെ എക്സാമിൻ്റെ കൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കുവാന്ന് കേട്ടല്ലോ. അതുകൊണ്ട് തീർത്തും ബുദ്ധിമുട്ടായിരിക്കും.
അതുകൊണ്ട് +1 തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാത്സ് എഴുതി പഠിക്കുക, ബയോളജി വായിച്ച് തന്നെ പഠിക്കുക. അതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്താലും മതി. ഈ ഷോർട്ട് നോട്ടിൻ്റെ കാര്യം ചോദിക്കുന്നവരടുത്ത് ഈ എല്ലാവർക്കും ഷോർട്ട് നോട്ട് വേണമെന്നൊന്നുമില്ല. എനിക്ക് ഷോർട്ട് നോട്ടാണ് താല്പര്യം. കാരണം എക്സാമിൻ്റെ തലേന്ന് നമുക്കൊന്ന് എടുത്ത് വായിച്ച് നോക്കാനാണെങ്കിൽ ഫുൾ ടെക്സ്റ്റ് വായിച്ച് നോക്കാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. തലേന്നത്തെ കാര്യമാണ്. 2-3 ദിവസം മുമ്പേ ആണെങ്കിൽ ഓക്കെ, തലേന്നാണെങ്കിൽ നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ടെക്സ്റ്റ് ബയോളജി തൊട്ടെ കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. ഒന്നാമത് അത് ഒന്നും വായിച്ചൊന്നും മനസ്സിലാകത്തില്ല. അപ്പം ഈ ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകാം, എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. പിന്നെ ഫിസിക്സും കെമിസ്ട്രി ആണെങ്കിൽ തിയറിയൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. കാണാൻ പഠിക്കുന്നതിനെക്കാട്ടി മനസ്സിലാക്കി പഠിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഫസ്റ്റ് ചാപ്റ്റർ നമുക്കിപ്പം ഇലക്ട്രിക് ചാർജസ് ആണ്. +1കാർക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കാം, എനിക്കറിയാം. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ വരുമ്പോൾ ഏതാ, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അതെന്ന് പറയുന്ന അത്ര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല. തേർഡ് ആയാലും കുഴപ്പമില്ല. ഫോർത്ത് ലോസ് ഓഫ് മോഷൻ, അതും കുഴപ്പമില്ല. 6th ഒക്കെ വലിയ കുഴപ്പമില്ല. പക്ഷേ ലാസ്റ്റിലോട്ട് വരുമ്പോൾ ഒക്കെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ്. തുടക്കത്തിലേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിക്കുന്നത്. അപ്പം ആ വർക്ക് എനർജി എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ ഇച്ചിരി ഒന്ന് ശ്രദ്ധ കൊടുത്ത് പഠിക്കണം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെ. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ തിയറി മനസ്സിലാക്കാവുന്ന ചാപ്റ്റേഴ്സ്. അപ്പോൾ പക്ഷേ ഇവിടെ സെക്കൻഡ് ഇയർ വരുമ്പോൾ ചാർജസ് 2-3 ചാപ്റ്റർ കറണ്ടും മാഗ്നറ്റിസം ചാർജൊക്കെയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തിയറി മനസ്സിലാക്കിയിട്ടും, ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, തിയറി മനസ്സിലാക്കിയിട്ടും എനിക്ക് അങ്ങോട്ട് ഒരു സെറ്റ് ആവുന്നില്ല. നമുക്ക് ഈ ഡെയിലി ലൈഫിൽ ആപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. നമുക്കൊരു എക്സാമ്പിളൊക്കെ ഓർത്ത് വെക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലേ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതങ്ങോട്ട് ശരിയാവുന്നില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിലേതൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. സെക്കൻഡ് ഇയറിൽ നമ്മൾ മാക്സിമം മനസ്സിലാക്കി ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും മറന്നുപോകും. ഇഷ്ടംപോലെ ഡെറിവേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ആയാലും സെക്കൻഡ് ഇയർ ആയാലും ഏതിലായാലും ഇഷ്ടംപോലെ ഡെറിവേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചോണം. ഫസ്റ്റ് ഇയറുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഫിസിക്സിൽ ആവശ്യത്തിൽ കൂടുതൽ ഡെറിവേഷൻ ഉണ്ട്. അത് എഴുതി തന്നെ പഠിക്കണം. ഈ ഡെറിവേഷനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടൊക്കെ പോകും. എക്സാമിൻ്റെ തലേന്നല്ലേ, ഒരു റഷല്ലേ. അപ്പം നമ്മൾ നോക്കിയിട്ട് പോകും. നോക്കി കഴിയുമ്പോൾ നമ്മളപ്പോൾ ആലോചിക്കും, ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കിത് കറക്റ്റായിട്ട് ഇത് ഓർമ്മ വരും. പക്ഷേ എക്സാമിന് ചെന്നിരിക്കുമ്പോൾ ആ സ്റ്റെപ്പ് നമുക്ക് ഓർമ്മ വരത്തില്ല. ആ സ്റ്റെപ്പിൽ താഴോട്ട് ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ ഒരു 6 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒക്കെ ചോദ്യത്തിൻ്റെ അങ്ങനെയൊക്കെ മാർക്ക് പോകാൻ ഇതാണ്. അപ്പം ഡെറിവേഷനാണ് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം മാർക്ക് കിട്ടാനുള്ള ഒരു സംഭവം ഡെറിവേഷൻ. അതുപോലെ ഞങ്ങൾക്ക് ഫിസിക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മോഡലിനാണോ ഫൈനലിനാണോ, എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ എന്തുവായിരുന്നു, ആക്സലറേഷൻ ഡ്യൂട്ടി ഗ്രാവിറ്റി എന്തുവാ, അതുപോലത്തെ ചെറിയ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നും വിടാതെ അരിച്ച് പറക്കി പഠിച്ചോണം. പിന്നെ കെമിസ്ട്രി ആണെങ്കിലും ഓർഗാനിക് കെമിസ്ട്രി ലാസ്റ്റൊക്കെ വരുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി മനസ്സിലാക്കിയ സിമ്പിളാണ്. ഹൈഡ്രോ കാർബൺ, ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമുള്ള ചാപ്റ്ററാണ്. പക്ഷേ അത് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്, അതാണ് കുഴപ്പം. ലാസ്റ്റുള്ള ഞാൻ അതെൻ്റെ ഷോർട്ട് നോട്ട് കാണിച്ചായിരുന്നു. ഞാനത് ലാസ്റ്റ് ആ റിയാക്ഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുമായിരുന്നു. അപ്പം അങ്ങനെ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പം ഒരു പേപ്പറിൽ ഒരു ചാപ്റ്ററിലെ ഫുൾ ഫോർമുലയൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത്. അല്ലാതെ വേറൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം ഓരോ ചാപ്റ്റർ പഠിച്ചു പോകുമ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു ലൈനിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു, ആ നോട്ടിലോട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നതിൽ ടീച്ചറും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് എങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നത് അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നും. അപ്പോൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നതൊക്കെ ഹൈലൈറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ പെൻസിൽ വെച്ച് വരയിട്ടൊക്കെ വെക്കും. അപ്പോൾ അങ്ങനെ വെക്കണം. പിന്നെ സെക്കൻഡ് ലാംഗ്വേജും അതുപോലെ ഇംഗ്ലീഷും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വായിക്കാതെ ഒരു രക്ഷയില്ല. വായിക്കണം. അതുപോലെ ഒരുപാട് വായിച്ചാലേ ഇംഗ്ലീഷ് എഴുതാൻ പറ്റത്തുള്ളൂ. സത്യത്തിൽ റിപ്പീറ്റഡായിട്ട് ഒരു ചാപ്റ്റർ തന്നെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇരുന്ന് വായിക്കണം. അപ്പോൾ നമുക്ക് ഈ വട്ടമാണെങ്കിൽ കഴിഞ്ഞ വട്ടം, അതായത് +1 ഇഷ്ടംപോലെ കഥകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഥകളൊക്കെ നല്ല കുറേ കഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ +2 വരുമ്പോൾ വലിയ കഥയൊന്നും ഇല്ലാത്ത കുറേ ചാപ്റ്റർ. അപ്പോൾ ഇത് കണ്ടോ, ഞാനത് സ്കൂളിൽ വെച്ച് ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെക്കും, പെൻസിൽ വെച്ച്. പിന്നെ വീട്ടിൽ വന്നിട്ട് വായിച്ച് കഴിയുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്നാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാത്ത ടൈപ്പ് ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. കഴിഞ്ഞ വട്ടത്തെ ആണെങ്കിൽ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ശരിക്കും അങ്ങോട്ട് മനസ്സിലാവാത്ത ടൈപ്പ് ഒരു ചാപ്റ്റർ. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കണം. മറ്റേ സൺറൈസ് ഓൺ ദ ഹിൽസ് നമ്മൾ എത്ര വായിച്ചാലും എന്തോ ഒരു മിസ്റ്ററി അതിനകത്തുള്ളോട്ട് തോന്നും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കണം. ഈ PYQ എന്നൊക്കെ ഇട്ടേക്കുന്നത് നമ്മുടെ ടീച്ചർ തന്നെ പറയുന്നതാണ്. ഈ PYQ വന്നിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട്. അത് സൈഡിലോട്ട് എഴുതി വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് വായിച്ചൊക്കെ കഴിയുമ്പോൾ ഹൈലൈറ്റ് ചെയ്യുക. ഹൈലൈറ്ററിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ ബ്രെയിനിന് കളർ, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെക്കാട്ടി കളറാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അതുകൊണ്ട്
കളർ അടിച്ചു വെക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് സ്റ്റോറായി കിടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കും കളർ ചെയ്യുന്നതിനോട് താല്പര്യമുള്ളതുകൊണ്ട് ഞാനും കളർ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ചിലപ്പം പുത്തം പോലെ ഇരുന്നാൽ ടെക്സ്റ്റിൽ പുത്തം പോലെ ഇരുന്നാൽ പഠിക്കാൻ പറ്റുന്നവർ കാണും. ഈ പുതിയ ടെക്സ്റ്റ് ഉണ്ടല്ലേ പഠിക്കത്തുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളവർ കാണും. പക്ഷേ എനിക്ക് പുതിയ ടെക്സ്റ്റ് വേണം, പക്ഷേ ഞാൻ തന്നെ അതിൽ മാർക്കൊക്കെ ചെയ്യണം, മാർക്കൊക്കെ ചെയ്തിരിക്കണം. അല്ലാതെ എനിക്ക് ഫ്രഷ് ടെക്സ്റ്റ് കണ്ട് അങ്ങനെ പഠിക്കാൻ തോന്നത്തില്ല. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഒരു തേർഡ് +1കാരോടാണ് ഒരു തേർഡ് ചാപ്റ്ററൊക്കെ വരുമ്പോൾ അവിടെ ഒരു സൂചനാധികാർ പത്രം എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. അത് 8 മാർക്കിന് തീർച്ചയായിട്ടും അതൊരെണ്ണവും, അതുപോലെ ഒരു ഉപന്യാസമോ എന്തോ ആണ്, എസ്സേയും, പിന്നെ ഒരു ഫിലിമി സമീക്ഷയുണ്ട്. മറ്റേ ഒരു സിനിമയുണ്ടായിരുന്നു, നിങ്ങൾക്ക് തന്നെ പഠിക്കാനുള്ള ടെക്സ്റ്റ് തന്നെയുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ പേര് ഞാൻ മറന്നു. അമിതാഭ് ബച്ചൻ്റെ ഒക്കെ വരുന്നൊരു സിനിമ. അപ്പോൾ അത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ പാഠം കാണാൻ പഠിച്ചുകൊണ്ടങ്ങ് പോകുമായിരുന്നു. കറക്റ്റ് അത് കാണാൻ പഠിച്ചുകൊണ്ട് പോയി അത് തന്നെ വരത്തുള്ളൂ, നമുക്ക് ഉറപ്പുണ്ട്. ഫിലിമി സമീക്ഷ അതായാലും എഴുതിയാൽ മതി. പിന്നെ ഇനി പാറ്റേൺ മാറുമോ എന്ന് അറിയത്തില്ല. നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ കറക്റ്റ് എഴുതിയാൽ മതി. അപ്പം ഞാൻ ആ ഫിലിമി സമീക്ഷ തന്നെ ബ്ലാക്ക്, അതാണ് അതിൻ്റെ പേര്, ബ്ലാക്ക് എന്നാണ്. ഈശ്വര ഇളകി. ഫിലിമി സമീക്ഷ അത് തന്നെ എഴുതിയാൽ മതി. അപ്പം ഞാൻ അതാണ് എഴുതിയത്. അതുപോലെ തന്നെ സൂചനാധികാർ പത്ര പറയും. സൂചനാധികാർ പത്ര അതിൻ്റെ ഫോമാറ്റെല്ലാം സെയിം ആണ്. പക്ഷേ അതിനകത്തിൽ ഒരു ലെറ്റർ പോലെ നമ്മളൊരു അധികാരിക്ക് എഴുതുന്ന ലെറ്ററാണ്. അപ്പം അതിനകത്തെ ആ പോയിൻറ്റ്സ്, ആ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അത് നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ അതാ ഇനി വേറെ സബ്ജക്റ്റുകളായിട്ട് ബോട്ടണി സുവോളജി വായിക്കാതെ ശരിയാകത്തില്ല കേട്ടോ, ടെക്സ്റ്റ് വായിക്കണം. കെമിസ്ട്രി ഫിസിക്സ് നമുക്ക് വായിച്ചാലൊന്നും മനസ്സിലാകത്തില്ല ടെക്സ്റ്റ്. പിന്നെ വായിച്ച് നോക്ക്. ഈ നീറ്റിന് JEE കീമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് ടെക്സ്റ്റ് വേണമല്ലോ, ഇമ്പോർട്ടൻ്റ് അല്ലേ. അല്ലാതെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവത്തില്ല അങ്ങനെ. അപ്പം ബയോളജിയാണ് വായിക്കേണ്ടത്. അതുപോലെ ഇംഗ്ലീഷ് വായിക്കണം, ഹിന്ദി വായിക്കണം. പിന്നെ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ നോട്ട്സ് സ്കൂളിൽ തരുന്ന നോട്ട് കാണും. അല്ലാതെ നിങ്ങൾക്ക് ഈ മനസ്സിലാവുന്ന ഒരു ബുക്കിനകത്തോട്ട് എഴുതിയിടുക. ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും ഓരോ ബുക്ക് എടുത്തിട്ടുണ്ട്. ഒരു ബുക്ക് എടുത്ത് അതിനകത്താണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ എഴുതി വെക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ നോട്ടായിട്ടൊക്കെ എഴുതി വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കെമിസ്ട്രിക്കാണെങ്കിൽ എടുത്തേക്കുന്ന ഒരു ബുക്കാണിത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ എഴുതിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഫുള്ളായിട്ടുള്ളൊരു കോൺസെപ്റ്റ്. അതുപോലെ പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് അത് എക്സാമിനറിയും തന്നെ പറഞ്ഞാണ് വേറൊരു ബുക്ക് എടുക്കാൻ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് ക്ലാസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ എഴുതി ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ വേറൊരു ക്വസ്റ്റ്യനായിട്ടും ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി. അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ പറയുന്നോട്ടല്ലാതെ ഞാൻ അതിനകത്ത് മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററിലെ ആ നോട്ട്സ് ഒന്ന് കാണിക്കാവുന്നു. അപ്പോൾ എനിക്ക് PDF ആയിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇതിനകത്ത് കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. കാണുന്നുണ്ടെന്ന് തോന്നി. ചരിച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രെയിമിൽ കറക്റ്റായിട്ട് ഫുള്ള് കിട്ടണമെങ്കിൽ ചരിച്ച് വെക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തേക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണം സ്കിപ്പ് ചെയ്ത് കളയാവേ. ഇതിനകത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ റൂദർഫോർഡിൻ്റെ ഒബ്സർവേഷൻ, അതുപോലെ കൺക്ലൂഷനൊക്കെ, പോസ്റ്റുലേറ്റ്സ്, അതുപോലെ ബോറിൻ്റെ ഉണ്ട്, റൂദർഫോർഡിൻ്റെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നോക്കി വെച്ചോണം. ഞങ്ങൾക്ക് ഏതോ ഒരെണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലിമിറ്റേഷൻ, കൺക്ലൂഷൻ, പോസ്റ്റുലേറ്റ്, ഒബ്സർവേഷൻ. അതത്ര. അതുപോലെ ഈ ക്വസ്റ്റ്യൻ ഇത് വെച്ചിട്ടും ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. ഈ സ്പെക്ട്രൽ ലൈൻസിൻ്റെ നമ്പേഴ്സ് പഠിക്കണം. അതുപോലെ ഇത് ഈ ഏതൊക്കെ റീജിയനിലാണോ ഉള്ളതെന്നുകൂടെ പഠിച്ചേക്കണം കേട്ടോ. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മോഡലിനാണോ മറ്റ് ഫൈനലിനാണോ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല, വന്നിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതുപോലെ ഈ ക്യാരക്ടറിസ്റ്റിക്സ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്തുവാണ്, അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ചോദിക്കാറുണ്ട്. ബോർ മോഡലിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ബോർ മോഡലിൻ്റെ ഒബ്സർവേഷൻസ്, കൺക്ലൂഷൻസ്, അതിൻ്റെ മെറിറ്റ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്.
ലിമിറ്റേഷൻസ്. അതൊക്കെ മെയിനായിട്ട് ചോദിക്കുന്നതാണ്. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. സ്ക്രോണിഞ്ചർ വേവ് ഇക്വേഷൻ ഒന്നും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇക്വേഷൻ മാത്രം ചോദിച്ചാലേ ഉള്ളൂ, അതിൻ്റെ എഴുതാനായിട്ട് വലുതായിട്ടൊന്നുമില്ല. പക്ഷേ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ആ ഇക്വേഷനും പഠിക്കണം. പിന്നെ അതുപോലെ ഈ ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ ആയിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ല. ലാംഡ h/mv ആയിരിക്കും, p = mv ആണ്. അപ്പം h/mv ആയിരിക്കും പഠിക്കുന്നത് കുറച്ചുകൂടെ നല്ലത്. കാരണം മാസൊക്കെ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, അത് അങ്ങനെ ചോദിക്കുമല്ല, ഇതെന്തുവാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുമല്ല, മാസൊക്കെ തന്നിട്ടാണ് ഈ എന്താ പറയുന്നത് ലാംഡ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാസം വെലോസിറ്റി, അതുപോലെ ഇതിൻ്റെ വെലോസിറ്റി, ലൈറ്റിൻ്റെ വെലോസിറ്റി 3 × 10⁻⁻ സംതിങ് ആണ്. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കണം. അത് തരത്തില്ല, ലൈറ്റ് എന്നേ പറയത്തുള്ളൂ. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ ഈ പി ഓർബിറ്റലിൻ്റെ ഒക്കെ കണ്ടോ, ഇത് px py pz ഇല്ലെന്ന് തോന്നുന്നു. pz ഇതാ, ഇത് 3 പഠിച്ചോണേ. ഇത് വരയ്ക്കാൻ അറിയണം. പിന്നെ 1s 2s വരയ്ക്കാൻ അറിയണം. ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ ചിലപ്പോൾ ഇതോ വല്ലതും ചോദിച്ചാലേ ഉള്ളായിരിക്കും. ഇതിൻ്റെ ഷേപ്പുകൾ, എസിനും പിയുടെയും ഡിയുടെയും ഷേപ്പ് പഠിക്കണം. സ്പെറിക്കൽ, ഡംബൽ, ഡബിൾ ഡംബൽ. പിന്നെ അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 റൂളുകളാണ് ഈ ഓഫ് ബ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ ഹൺസ് റൂൾ. ഇത് 3 സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഈ നോഡുകൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. ഈ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി വെച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് ഈ കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയവും കോപ്പറും. ഈ ക്രോമിയത്തിൻ്റെയും കോൺഫിഗറേഷൻ്റെയും ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കോൺഫിഗറേഷൻ എഴുതാൻ പറയും. ഇത് CU ആണ്. കോൺഫിഗറേഷൻ എഴുതാൻ പറയും. എന്നിട്ട് ഇത് ഏത് പ്രിൻസിപ്പിൾ വെച്ച് എഴുതിയാണെന്ന് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ മോർ സ്റ്റേബിൾ എന്ന് ചോദിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലാകെ ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.